നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാറ്റും മഴയും. കയ്പമംഗലം മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ വീണ് 4 വീടുകൾ തകർന്നു. തുലാമാസ വാവുബലിയോടനുബന്ധിച്ച് കടൽ തീരങ്ങളിൽ പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തി. അഖില കേരള ധീവരസഭ കൂരിക്കുഴി കരയോഗം വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കഴിഞ്ഞ രാത്രി തകർത്തു പെയ്ത മഴയിൽ കയ്പമംഗലം മേഖലയിൽ കനത്ത നാശനഷ്ടം. മരങ്ങൾ വീണ് 4 വീടുകൾ തകർന്നു. വൈദ്യുതി വിതരണം പൂർണ്ണമായും സ്തംഭിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ടും ഉണ്ടായി. ശനിയാഴ്ച രാത്രിയാണ് ശക്തമായ ഇടിമിന്നലോടെ കാറ്റും മഴയും ഉണ്ടായത്. കയ്പമംഗലം തായ്നഗറിന് പടിഞ്ഞാറ് ഭാഗത്ത് പുതുമന വീട്ടിൽ ആമിന ബീരക്കുഞ്ഞിയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണ് മേൽക്കൂര തകർന്നു. മേൽക്കൂര തകർന്നു വീണ് ആമിനയുടെ മകൻ അബ്ദുറഹ്മാന് പരിക്കേറ്റു. തലയിൽ പരിക്കേറ്റ ഇയാളെ കയ്പമംഗലം ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞാറ്റുകെട്ടി ക്ഷേത്രത്തിനടുത്ത് അടിപ്പറമ്പിൽ ദിലീപിന്റെ ഓടിട്ട വീടിന് മുകളിലും മരം വീണ് മേൽക്കൂര തകർന്നിട്ടുണ്ട്. കഴിപ്പുറം പാട്ടുകുളങ്ങരയിൽ ഭഗവതി ക്ഷേത്രത്തിനടുത്ത് കിഴക്കേപ്പുരയ്ക്കൽ പ്രകാശിന്റെ വീടിന് മുകളിലും ബദാം മരം ഒടിഞ്ഞു വീണ വീട് തകർന്നിട്ടുണ്ട്. കയ്പമംഗലം കാരാപ്പുളി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗം തറയിൽ തിലകന്റെ വീടും തെങ്ങ് വീണ് തകർന്നിട്ടുണ്ട്. അപകട സ്ഥലങ്ങളിൽ പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും സന്ദർശനം നടത്തി. തുലാമാസ വാവുബലിയോടനുബന്ധിച്ച് സമുദ്രതീരങ്ങളിൽ പിതൃതർപ്പണത്തിനായി ആയിരങ്ങളെത്തി. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടൽ തീരത്ത് നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശ്രീജിത്ത് ശാന്തി, മുഖ്യ പ്രതാപൻ പനക്കൽ, KM വിജയൻ എന്നിവർ നേതൃത്വം നൽകി. ശ്രീ പരശുരാമ നിർമ്മലവും ക്ഷേത്രസന്നിധി കുടുംബാന നക്ഷത്രവും നിങ്ങൾ മരിച്ചുപോയവരുടെ പേരെന്നാണ് പറയുമെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളും അവരും നമ്മളുടെ ബന്ധമുണ്ട്, നിങ്ങളുടെ അച്ഛനമ്മ അപ്പൂപ്പൻ മരിച്ചവനൊക്കെ, അങ്ങനെ അവരെ എല്ലാവരെയും സ്മരിക്കും. ഇതിന് ശേഷം പിന്നാലെ അതൊരു 3 പ്രാവശ്യം പ്രദക്ഷിണമാണ്. ഓം യാനി ഗാനിജ പാവാനി ജന്മാന്തരേ താനി താനി വിനശ്യന്തേ പ്രദക്ഷിണം പദേ പദേ. വഞ്ചിപ്പുര കടപ്പുറത്ത് നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ലിബിത ശാന്തി, മണി ശാന്തി എന്നിവരും നേതൃത്വം നൽകി. പ്രവിഷ്ടപാപനാശായ പ്രവിഷ്ടവരസിദ്ധേ. അഖില കേരള ധീവരസഭ കൂരിക്കുഴി കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. കൂരിക്കുഴി AMUP സ്കൂളിൽ നടന്ന ചടങ്ങ് ധീവരസഭ സംസ്ഥാന സെക്രട്ടറി AK പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ധീവരസഭ ഉണ്ടായ 73 നമ്മുടെ മേഖലയുണ്ടായ 73 ശേഷം 87, 86, 82 കാലഘട്ടത്തിൽ ധീവരസഭ DLP എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയുടെ 87 നമ്മുടെ സമൂഹത്തിൽ നിന്ന ഒരു MLA ആണ് ധീവരസഭയുടെ ജനറൽ സെക്രട്ടറി VD രംഗച്ചന്ദ്രൻ. 87 കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരുണാകരൻ മന്ത്രിസഭയ്ക്ക് ഭരിച്ചുകൊണ്ടുപോകാൻ
പറ്റാത്ത തരത്തിൽ MLA-മാരുടെ എണ്ണം കുറഞ്ഞു. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ നരവംശാസ്ത്രജ്ഞൻ ഈ വിഭാഗത്തെ എന്തുകൊണ്ട് പട്ടികജാതിയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് പുറത്തു വന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ജീവിത രീതിയും വിദ്യാഭ്യാസവും മറ്റ് എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെ എന്തുകൊണ്ട് അവരെ വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടിയുള്ള വിഭാഗത്തിന്റെ പേരാണ് പട്ടികജാതി വിഭാഗം. അവരെന്തുകൊണ്ട് പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യം നരവംശാസ്ത്രജ്ഞൻ ചോദിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾക്കൊരു MLA ഉണ്ടായിരുന്നത്. ആ MLA കിട്ടിയൊരവസരം. കരയോഗം പ്രസിഡന്റ് KR രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, മണി കാവുങ്കൽ, തമ്പി കോഴിപ്പറമ്പിൽ, KT ചന്ദ്രൻ, KG ദിലീപ്, മണി ഉല്ലാസ്, KA സഹദേവൻ എന്നിവരും സംസാരിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച യുവദർശന യാത്രയ്ക്ക് കയ്പമംഗലത്ത് സ്വീകരണം നൽകി. കൊപ്രക്കളം സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ യുവാക്കളെ വാർത്തെടുക്കാനുള്ള ശ്രമകരമായ ദൗത്യമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുത്തത്. അതിന് മുൻപോട്ട് വന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖലിയെയും അദ്ദേഹത്തോടൊപ്പമുള്ള സംഘത്തെയും മുസ്ലിം ലീഗിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ജാഥകളുടെ നീട്ടം കൂട്ടുവാനും തങ്ങളുടെ ആശയമാണ് ഏറ്റവും വലുതെന്ന് വരുത്തി തീർക്കാനും മറ്റുള്ളവർ ഇടപെടലുകളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ജാതിയുടെ നീട്ടത്തിലോ ആ കൂട്ടത്തിലെ എണ്ണത്തിനോ എല്ലാം അതിനപ്പുറത്ത് സമൂഹത്തിന്റെ നോവും നൊമ്പരങ്ങളും ഏറ്റെടുക്കുന്നിടത്തും സമൂഹത്തിലെ മുഴുവൻ. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA നിഷാദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി, വൈസ് പ്രസിഡന്റ് PA അഹമ്മദ് കബീർ, അഡ്വക്കേറ്റ് S കബീർ, MA സമദ്, ജലാൽ പൂതക്കുഴി, KA ഹാറൂൻ റഷീദ്, KK അഫ്സൽ, PB താജുദ്ദീൻ, AM സനൌഫൽ, ഫഹദ് റഹ്മാൻ, CK അഷ്റഫ് അലി എന്നിവരും സംസാരിച്ചു. മതിലകത്തെ ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മലയാള ദിനാചരണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. പുന്നയ്ക്കവസാർ തണൽ സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ മൂസ വടക്കനോട് രചിച്ച മണ്ണുടൽ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം നിർവഹിച്ചു. അലി അഹമ്മദ് മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടക്കുന്ന ദിവസമാണ്. മലയാള ഭാഷയുമായിട്ടും പുസ്തകങ്ങളുമായും വായനയുമായും ഒക്കെ ബന്ധപ്പെട്ട ചർച്ചകൾ നല്ല രീതിയിൽ നടക്കുന്ന ദിവസങ്ങളാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ചങ്ങാതിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ പുന്നക്ക ബസാർ ഇതുപോലുള്ളൊരു പരിപാടി നടക്കുന്നത്. ഞാനിവിടെ സുനില് സൂചിപ്പിച്ചതുപോലെ കയറി വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. കുറച്ചാളുകൾ ഇവിടെ നിന്നൊക്കെ പോയെങ്കിലും വലിയ ഒരു സദസ്സ്. സാധാരണ ഇത്രയും സദസ്സൊക്കെ ഒരു പുസ്തക പ്രകാശനത്തിന് ഉണ്ടാകാറില്ല. പ്രബുദ്ധരായ ആളുകൾ അടങ്ങിയിട്ടുള്ള വീട്ടമ്മമാരും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു സദസ്സ്. അപ്പൊ അവരിവിടെ നടക്കുന്നത് ഒരു മഹത്കർമ്മമാണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അതിന് സാക്ഷ്യം നിൽക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. അത് തന്നെ വലിയൊരു വിജയമാണ്. ഈ നാടിന്റെ സംസ്കാരത്തിന്റെ ആ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് മതിലകം എന്ന് പറഞ്ഞാൽ പഴയ തൃക്കണാമതിലകമൊക്കെ പ്രാചീന കൃതികളിൽ സംഘകാല കൃതികളിലൊക്കെ വളരെ മേന്മയോടുകൂടി പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്തിന്റെ മഹത്വം ഇന്നും നിങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കയറി വന്നപ്പോ. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് E ജിനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. UK സുരേഷ് കുമാർ, പയ്യപ്പിള്ളി തങ്കപ്പൻ, പ്രൊഫസർ VK സുബൈദ, ബക്കർ മേത്തല, രാജൻ കോട്ടപ്പുറം, CC വിപിൻ ചന്ദ്രൻ, TK ആറ്റക്കോയത്തങ്ങൾ, TS സജീവൻ, അനിൽ കിളികുളങ്ങര എന്നിവരും സംസാരിച്ചു. ഇടവേള.